നമസ്കാരം. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റായ്ബറേലിയെ ഉപേക്ഷിച്ച സോണിയ മണ്ഡലം തന്റെ മകന് കൈമാറിയതായി മോദി കുറ്റപ്പെടുത്തി. കോവിഡിന് ശേഷം ഒരിക്കൽ പോലും സോണിയ റായ്ബറേലി സന്ദർശിച്ചിട്ടില്ല. ഇപ്പോൾ അവർ സ്വന്തം മകനു വേണ്ടി വോട്ട് ചോദിക്കുകയാണ്. അവരുടെ കുടുംബസ്വത്തായിട്ടാണ് റായ്ബറേലിയെ അവർ കാണുന്നത് എന്നും നരേന്ദ്രമോദി പരിഹസിച്ചു. മണ്ഡലത്തിൽ ദീർഘനാളായി പ്രവർത്തിച്ച ഒരു പാർട്ടി പ്രവർത്തകനെ കണ്ടെത്താൻ അവർക്കായില്ലേ എന്നും ജംഷഡ്പൂരിലെ റാലിയിൽ സംസാരിക്കവേ മോദി ചോദിച്ചു. കോൺഗ്രസിന്റെ രാജകുമാരൻ റായ്ബറേലിയിൽ മത്സരിക്കുന്നതിനായി പറന്നെത്തിയിരിക്കുകയാണ്. ഇത് തൻ്റെ അമ്മയുടെ സീറ്റാണെന്ന് പറഞ്ഞു നടക്കുകയാണ് അദ്ദേഹം. അച്ഛൻ പഠിച്ച അതേ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന 8 വയസ്സുകാരൻ പോലും ഇത് എൻ്റെ അച്ഛൻ്റെ സ്കൂളാണ് എന്ന് പറയില്ല. അതേസമയം ഈ കുടുംബം പാർലമെൻറ്റ് സീറ്റുകളുടെ വിൽപ്പത്രം എഴുതി വയ്ക്കുകയാണ്. ഇത്തരം പാർട്ടികളിൽ നിന്ന് ജാർഖണ്ഡിനെ രക്ഷിക്കണം എന്നും മോദി പറഞ്ഞു. നേരത്തെ ചില ആളുകൾക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോലും ധൈര്യമില്ലെന്ന് സോണിയെ ഉന്നം വെച്ചുകൊണ്ട് മോദി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവർ രാജ്യസഭയിലേക്ക് പോയതെന്നും അന്ന് മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ സംസാരിക്കുന്നതിനിടെ മോദി ചൂണ്ടിക്കാട്ടിയിരുന്നു. മകനെ റായ്ബറേലിക്കാരായ ജനങ്ങൾക്ക് തരുന്നു എന്നാണ് രാഹുലിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സോണിയ പറഞ്ഞത്. രാഹുൽ ഒരിക്കൽ പോലും നിങ്ങളെ നിരാശപ്പെടുത്തില്ലെന്നും വികാരഭരിതമായി അവർ പറഞ്ഞു. ഇന്ദിരാഗാന്ധിയും റായ്ബറേലിയിലെ ജനങ്ങളും തന്നെ പഠിപ്പിച്ച അതേ പാഠങ്ങളാണ് രാഹുലിനെയും പ്രിയങ്കയും പഠിപ്പിച്ചതെന്നും സോണിയ വ്യക്തമാക്കിയിരുന്നു. അതേസമയം മോദി വിളമ്പുന്നതെല്ലാം മണ്ടത്തരങ്ങളാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. മോദിയുമായുള്ള സംവാദത്തിന് താൻ തയ്യാറാണെന്നും എന്നാൽ 2 ചോദ്യങ്ങളിൽ മോദി അത് അവസാനിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. തൻ്റെ ആദ്യ ചോദ്യം അംബാനിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും രണ്ടാമത്തേത് ഇലക്ട്രൽ ബോണ്ടിനെക്കുറിച്ചുമായിരിക്കും. കഴിഞ്ഞ 10 വർഷവും ലാഭമുണ്ടാക്കിയത് അദാനിയാണെന്ന് വോട്ട് ചെയ്യാനെത്തുമ്പോൾ ഓർക്കണമെന്നും ഡൽഹിയിൽ ചാന്ദിനി ചൗക്കിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് 4ഉം കോൺഗ്രസിന് 3ഉം സീറ്റുകൾ വീതം നൽകണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിച്ച രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്ന് ആവർത്തിച്ചു. കഴിഞ്ഞ 10 വർഷവും മോദി സർക്കാർ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ചെയ്തതെല്ലാം അതിസമ്പന്നർക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടി എഴുതിത്തള്ളിയ തുകയുണ്ടായിരുന്നെങ്കിൽ രാജ്യത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 24 തവണ വേതനം നൽകാമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷവും ലാഭമുണ്ടാക്കിയത് അദാനിയാണ്. നിങ്ങൾ വോട്ട് ചെയ്യാനെത്തുമ്പോൾ അതോർക്കണം. മേഘത്തിൻ്റെ മറവിൽ യുദ്ധവിമാനം പറത്തിയാൽ റഡാറിൽ വരില്ല എന്നതടക്കമുള്ള മണ്ടത്തരങ്ങൾ മോദി വിളമ്പിയിട്ടുണ്ട്. റമദാൻ സമയത്ത് മുസ്ലിം സഹോദരങ്ങൾ ഭക്ഷണം തരുമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ മോദിജി, നിങ്ങൾ സസ്യാഹാരിയല്ലേ? അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറനെയും ജയിലിലടച്ച മോദി സാഹോദര്യത്തിൻ്റെ നാടായ ഡൽഹിയിൽ ചൂല് കയ്യിലേന്തിയാണ് പോരാട്ടം നടത്തുന്നത് എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ ജയിച്ചു വരും എന്നുള്ളതാണ് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ ഇക്കുറി കോൺഗ്രസിന് റായ്ബറേലി എന്ന അവരുടെ സ്വന്തം മണ്ഡലം കിട്ടില്ല എന്ന അഭിപ്രായമാണ് BJP ഉയർത്തുന്നത്. റായ്ബറേലിയിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. രാഹുൽ ഗാന്ധിക്ക് മണ്ഡലം തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. റായ്ബറേലിയിലെ ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് പ്രാദേശിക BJP നേതാക്കളും അതുപോലെ JP നദ്ദയും നരേന്ദ്രമോദിയുമൊക്കെ പലകുറി പറയുന്നുണ്ട്. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിക്കുമെന്നായിരുന്നു അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അമേഠിയിൽ നിന്ന് മാറി രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ എത്തിയിരിക്കുന്നു. കോൺഗ്രസിന് ആകെ ഉത്തർപ്രദേശിൽ ലഭിച്ച സീറ്റ് 2019 റായ്ബറേലി മാത്രമാണ്. റായ്ബറേലിയിൽ നിന്നാണ് സോണിയാഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടത്. ബാക്കി എല്ലാ സീറ്റുകളും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് നഷ്ടമായിരുന്നു. എന്നാൽ ഇക്കുറി അനവധി സീറ്റുകൾ പിടിച്ചെടുക്കും എന്നുള്ള ഒരു വാദത്തിലാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മുമ്പോട്ട് പോകുന്നത്. അതനുസരിച്ച് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വിമർശിച്ചുകൊണ്ട് നരേന്ദ്രമോദി പല മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികൾക്കിടെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.